കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച സംഭവം. ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വൈകുന്നേരം അജ്ഞാത ഫോൺ കോൾ വരുന്നു. അയാൾ പറഞ്ഞ കാര്യം കേട്ട് പോലീസുകാർ പോലും ഞെട്ടി. ചാലിയം കടപ്പുറത്ത് ഒരു മനുഷ്യന്റെ അറ്റുപോയ കൈപ്പത്തി കിടക്കുന്നു. ഉടൻ തന്നെ പോലീസുകാർ ജീപ്പ് എടുത്ത് പുറപ്പെടുന്നു. ജീപ്പ് ചെന്ന് നിന്നതാകട്ടെ ചാലിയം കടപ്പുറത്തും. ചാലിയാർപ്പുഴ കടലിനോട് ചേരുന്ന അഴിമുഖത്തിനടുത്ത് വലിയൊരാൾക്കൂട്ടം കാണാം. പോലീസ് അവരെ വകഞ്ഞു മാറ്റി അഴിമുഖത്തിനടുത്തേക്ക് എത്തി. അജ്ഞാത സന്ദേശത്തിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ ആൾക്കൂട്ടത്തിന് നടുവിൽ ഒരു മനുഷ്യന്റെ കൈപ്പത്തി മണലിനുള്ളിൽ പൂണ്ടുകിടക്കുന്നു. കൈപ്പത്തി ജീർണാവസ്ഥയിലാണ്. ഇതിൽ നിന്ന് എന്തെങ്കിലും തുമ്പ് കിട്ടുക എന്നുള്ളത് അല്പം സാഹസമാണെന്ന് പോലീസിന് ആദ്യം തന്നെ മനസ്സിലായി. കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നു. കൂടുതൽ അന്വേഷണങ്ങൾക്കായി കൈപ്പത്തി കസ്റ്റഡിയിലെടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. അഴുകിത്തീരാറായ അവസ്ഥയിലായതിനാൽ തന്നെ ഫോറൻസിക് സംഘത്തിന് അതിൽ നിന്നും കാര്യമായൊന്നും തന്നെ കിട്ടിയില്ല. DNA പരിശോധനയിലും നിരാശയായിരുന്നു ഫലം. പോലീസ് കണക്ക് കൂട്ടിയതുപോലെ തന്നെ ഒരു തുമ്പും കിട്ടിയില്ല. ഏകദേശം 4 ദിവസത്തിന് ശേഷം ബേപ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വീണ്ടും ഒരു ഫോൺ കോൾ എത്തുന്നു. ചാലിയത്ത് നിന്നും മറ്റൊരു കൈപ്പത്തി കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഇത്തവണ കിട്ടിയതാകട്ടെ ഒരു ഇടത് കൈപ്പത്തിയും. പോലീസ് സംഭവസ്ഥലത്തെത്തി നടപടികൾ ആരംഭിച്ചിട്ട് ഇത് മറ്റൊരു കേസായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പിന്നീട് ഏകദേശം 5 ദിവസങ്ങൾക്ക് ശേഷം കോഴിക്കോടിന്റെ മലയോര പ്രദേശമായ മുക്കത്ത് നിന്നും കഥയുടെ 2ാം ഭാഗം തുടങ്ങുന്നു. അവിടെയുള്ള കുമാരനെല്ലൂർ എസ്റ്റേറ്റിന് സമീപത്തുകൂടിയാണ് തടപ്പറമ്പ് റോഡ് കടന്നു പോകുന്നത്. ഈ എസ്റ്റേറ്റിനോട് ചേർന്ന ഭാഗത്ത് റോഡിൽ വലിയൊരു കുന്നു കണക്കെ കോഴി വേസ്റ്റും അറവ് മാലിന്യങ്ങളും ഉൾപ്പെടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. രാത്രിയുടെ മറവിലാണ് ആളുകൾ മാലിന്യങ്ങൾ കൊണ്ടുവന്ന് തള്ളുന്നതെന്നായിരുന്നു ആളുകളുടെ പരാതി. ഇതിന് തടയിടാനും കഴിഞ്ഞിരുന്നില്ല. പൊറുതിമുട്ടിയ നാട്ടുകാർ ഒത്തുകൂടുകയും ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ കണ്ടെത്താനായിരുന്നു ഇവരുടെ ശ്രമം. ഇതിന്റെ ആദ്യപടിയായി മാലിന്യങ്ങൾ അവിടെ നിന്ന് നീക്കം ചെയ്യൽ നടപടിയും ആരംഭിച്ചു. മാലിന്യങ്ങൾക്കിടയിൽ കൂടുതലും കോഴിയുടെ വേസ്റ്റ് ആയിരുന്നു. എന്നാൽ കൂട്ടത്തിൽ വലിയൊരു ചാക്കുകെട്ട് ഒരാൾ ശ്രദ്ധിക്കുന്നു. മാലിന്യ കൂമ്പാരത്തിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതിനാൽ ആരും തന്നെ ചാക്കുകെട്ടുകളൊന്നും തന്നെ തുറന്നു നോക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ചാക്കുകെട്ടിനുള്ളിൽ എന്തായിരിക്കുമെന്നറിയാൻ ആ വലിയ ചാക്കുകെട്ട് ആ ചെറുപ്പക്കാരൻ തുറന്നു നോക്കുന്നു. പൊടുന്നനെ അയാൾ കുതറി പിന്നിലേക്ക് തെറിച്ചു വീഴുന്നു. മറ്റുള്ളവരും ഓടിയെത്തി ചാക്കുകെട്ട് തുറന്നു നോക്കിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കൈയും കാലും തലയുമില്ലാത്ത ഒരു മനുഷ്യന്റെ മൃതദേഹം. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ചാലിയം കടപ്പുറവും ചാലിയാർ നദി മൃതദേഹ ഭാഗങ്ങൾ ലഭിച്ച സ്ഥലങ്ങളും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. ഇതോടെ പോലീസ് ഉറപ്പിച്ചു ഇത് ഒരാളുടെ ശരീരഭാഗങ്ങൾ തന്നെ. തുടർന്ന് നടത്തിയ DNA പരിശോധനാ ഫലവും ഇത് ശരിവെച്ചു. ആരെയോ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതിൽ ഇരുവഴിഞ്ഞിപ്പുഴയിൽ ഉപേക്ഷിച്ച ശരീരഭാഗങ്ങൾ ചാലിയാറിലൂടെ ഒഴുകി പിന്നീട് ചാലിയത്തിൽ പിന്നീട് ഇത് തീരത്തടിയുന്നു. പക്ഷേ ആരെ എന്തിനു വേണ്ടി? ഇതായിരുന്നു പോലീസിന് വെല്ലുവിളിയായി ഉയർന്ന ആ 3 ചോദ്യങ്ങൾ. ഇതൊരൊറ്റ കേസാക്കി പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന് ഒരു ഊഹവുമില്ലായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. അങ്ങനെ ഒരു ദിവസം ചാലിയം കടപ്പുറത്ത് കുറെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നുണ്ടായിരുന്നു. പൊടുന്നനെ ബോൾ തെറിച്ച് ഒരു വള്ളിപ്പടർപ്പിനുള്ളിലേക്ക് പോകുന്നു. ബോൾ എടുക്കാൻ വള്ളിപ്പടർപ്പിനുള്ളിലേക്ക് കയറിയ ഒരു കുട്ടി കണ്ടതാവട്ടെ ഞെട്ടിക്കുന്ന കാഴ്ച. മണലിൽ പാതി താഴ്ന്ന നിലയിൽ ഒരു തലയോട്ടി. കാഴ്ച കണ്ട് ഞെട്ടിപ്പോയ ആ കുട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ വീട്ടിലെത്തി ഉമ്മയോട് വിവരം പറയുന്നു. എന്നാൽ ഇത് വലിയ പൊല്ലാപ്പാകും, മറ്റാരോടും പറയേണ്ടതില്ല എന്ന് ആ ഉമ്മ മകനോട് പറയുന്നു. കുട്ടിയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കിയ ആ കാഴ്ച അവൻ സ്കൂളിലെത്തിയപ്പോൾ കൂട്ടുകാരോട് പറഞ്ഞു. വിവരമറിഞ്ഞ കൂട്ടത്തിലെ ഒരു കുട്ടിയാവട്ടെ തന്റെ വീട്ടിലെത്തി അത് അവന്റെ അച്ഛനോടും പറഞ്ഞു. ഒരു പൊതുപ്രവർത്തകൻ കൂടിയായിരുന്ന അദ്ദേഹം ഈ വിവരം പോലീസിൽ അറിയിക്കുന്നു. പോലീസിന് അതൊരു വലിയ തുമ്പായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലും DNA പരിശോധനയിലും പോലീസിന് കിട്ടിയ തലയോട്ടി മുൻപ് ലഭിച്ചിരുന്ന ശരീരഭാഗങ്ങളുടേത് തന്നെയെന്ന് കണ്ടെത്തി. അപ്പോഴും കേസ് തെളിയിക്കാനുള്ള വ്യക്തമായൊരു ലീഡ് പോലീസിന് കിട്ടിയില്ല. ഇതോടെ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. കേസ് അന്വേഷണ ചുമതല DYSP ബിനോയ്ക്കായിരുന്നു. ലഭ്യമായ തെളിവുകളെല്ലാം വെച്ച് അദ്ദേഹം ഒരു പ്രാഥമിക പരിശോധന ആരംഭിച്ചു. തലയോട്ടിയിൽ നിന്ന് ലഭിച്ച പല്ലുകൾ ശാസ്ത്രീയ പരിശോധനയിലൂടെ മരിച്ചത് 40നും 50നും ഇടയിൽ പ്രായമുള്ള ഒരാളാണെന്ന് കണ്ടെത്തുന്നു. കൈപ്പത്തിയിൽ നിന്ന് ലഭിച്ച അവ്യക്തമായ ഫിംഗർ പ്രിന്റ് ഹൈ ഡെഫിനിഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് റീകൺസ്ട്രക്ട് ചെയ്യുന്നതിൽ ടീം വിജയിച്ചു. ഇത് പിന്നീട് സംസ്ഥാന ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലേക്കും അയച്ചു കൊടുക്കുന്നു. അതെ, അവിടെ നടത്തിയ പരിശോധനയിൽ പോലീസിന് വ്യക്തമായൊരു ഉത്തരം കിട്ടുന്നു. മലപ്പുറം വണ്ടൂർ പുതിയോത്ത് സ്വദേശി ഇസ്മായിലിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നു. അന്വേഷണത്തിൽ അയാൾ മിസ്സിംഗ് ആണെന്ന് കണ്ടെത്തി. കൂടുതൽ അന്വേഷണത്തിൽ അയാൾക്ക് 4 ഭാര്യമാരുണ്ടെന്ന് കണ്ടെത്തുന്നു. അതിലൊരാൾ ഇസ്മായിലിന്റെ ഉമ്മയ്ക്ക് എന്തെങ്കിലും അറിയാമായിരിക്കുമെന്ന് പറഞ്ഞ് ഇസ്മായിലിന്റെ അഡ്രസ് കൊടുക്കുന്നു. അങ്ങനെ പോലീസ് സംഘം ഇസ്മായിലിന്റെ വീട്ടിലുമെത്തി. വീട്ടിലെത്തിയപ്പോൾ പ്രായം ചെന്ന കിടപ്പിലായ ഉമ്മ പറഞ്ഞത് ഇസ്മായിൽ വീട്ടിലെത്തിയിട്ട് ഒരുപാട് കാലങ്ങളായി എന്നായിരുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് വിവരം പോലീസിൽ അറിയിക്കാത്തതെന്ന് ഉമ്മയോട് ചോദിച്ചപ്പോൾ അത് അവന്റെ സ്ഥിരം രീതിയാണെന്നും കുറച്ചു കഴിയുമ്പോൾ അവനിങ്ങി വന്നോളുമെന്നും പറഞ്ഞു. എന്നാൽ മരിച്ചത് ഇസ്മായിൽ തന്നെയാണോ എന്ന് പോലീസിന് DNA പരിശോധനയിലൂടെ മാത്രമേ തെളിയിക്കാനാവുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ വിവരം നേരിട്ട് പോലീസിന് ഉമ്മയോട് പറയാനാകുമായിരുന്നില്ല.
ഒരു പരിശോധനയ്ക്കാണെന്ന് പറഞ്ഞ് രക്തസാമ്പിളുകൾ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവർ വിസമ്മതിച്ചു. തുടർന്ന് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരായി എത്തിയ വനിതാ പോലീസുകാർ വിദഗ്ധ ചികിത്സയ്ക്കെന്ന് വിശ്വസിപ്പിച്ച് അവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് നല്ല ചികിത്സയും നൽകി. പതിയെ പോലീസ് അവരുടെ വിശ്വാസം നേടിയെടുത്തു. പിന്നീട് ഇസ്മായിലിനെ കാണാനില്ല എന്നും ഇതിന്റെ അന്വേഷണത്തിനാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഉമ്മയുടെ പൂർണ്ണ സമ്മതത്തോടെ തന്നെ അവരിൽ നിന്നും രക്തസാമ്പിളുകൾ എടുത്തു. അതെ, മരിച്ചത് ഇസ്മായിൽ തന്നെ. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഇസ്മായിലുമായി ബന്ധപ്പെട്ടവരെയും പരിചയക്കാരെയും എല്ലാം ചോദ്യം ചെയ്തു. അതിൽ ഒരാൾ പറഞ്ഞ കാര്യത്തിൽ നിന്നും പോലീസിന് ചെറിയൊരു തുമ്പ് കിട്ടുന്നു. ഇസ്മായിലിന്റെ സുഹൃത്തായിരുന്നു അയാൾ. അയാൾക്ക് ചികിത്സയ്ക്ക് വലിയൊരു തുക ആവശ്യമായി വന്നു. പലരോടും സഹായം ചോദിക്കുന്ന കൂട്ടത്തിൽ അയാൾ ഇസ്മായിലിനോടും സഹായം ചോദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ തന്റെ കയ്യിൽ പണമില്ല എന്നും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വലിയൊരു പണിയുണ്ടെന്നും അത് കഴിയുമ്പോൾ പണം ലഭിക്കുമെന്നും അപ്പോൾ തരാമെന്നും അയാൾ പറഞ്ഞു. എന്നാൽ ആ പണി എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് അയാൾ ഇസ്മായിലിനോട് പണി എന്താണെന്ന് വ്യക്തമാക്കാൻ പറയുന്നു. മുൻപ് കോഴിക്കോട് മുക്കം ഭാഗത്തുള്ള നാട്ടുകാരെല്ലാം അച്ചായനെന്ന് വിളിക്കുന്ന ഒരു ജന്മിയുടെ കാര്യസ്ഥപ്പണിയായിരുന്നു തനിക്കെന്നും അയാളുടെ ഒരു കൊട്ടേഷൻ നടത്തിക്കൊടുത്ത വകയിൽ 2 ലക്ഷം രൂപ കിട്ടുമെന്നും അയാൾ സുഹൃത്തിനോട് പറഞ്ഞു. എന്തായിരുന്നു ആ കൊട്ടേഷൻ എന്ന ചോദ്യത്തിന് ലഭിച്ച ഉത്തരം കേട്ട് അയാൾ ഞെട്ടിപ്പോയിരുന്നു. അയാൾ ഒരു സ്ത്രീയെ കൊന്നിട്ടുണ്ടെന്നും കുറച്ചു നാൾ കഴിയുമ്പോൾ പണം ലഭിക്കുമെന്നും പറഞ്ഞു. എന്നാൽ അതും പറഞ്ഞു പോയ ഇസ്മായിലിനെ താൻ പിന്നീട് കണ്ടിട്ടേയില്ല എന്നും പോലീസിനോട് പറഞ്ഞു. ഇതറിഞ്ഞ പോലീസ് മുക്കം ഭാഗത്ത് അസ്വാഭാവികമായി മരണപ്പെട്ട എല്ലാ സ്ത്രീകളുടെയും വിവരങ്ങൾ തിരക്കുന്നു. അങ്ങനെയാണ് ജയവല്ലി എന്ന 70-കാരിയുടെ ആത്മഹത്യയിലേക്ക് അന്വേഷണം എത്തുന്നത്. ജയവല്ലിയുടെ മരണത്തിൽ സംശയമുണ്ടായിരുന്നെന്ന് അയൽവാസികൾ മൊഴി നൽകി. മകനുമായി സ്വത്ത് തർക്കമുണ്ടായിരുന്നതായും വിവരം ലഭിച്ചു. എന്നാൽ 2 വർഷം മുൻപ് മകൻ വീട് സ്ഥലവും വിറ്റ് അവിടം വിട്ടിരുന്നു. ജയവല്ലിയുടെ മകൻ ബിർജുവും ഇസ്മായിലും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്നുകൂടി മനസ്സിലായതോടെ അന്വേഷണം ബിർജുവിന് പിന്നാലെയായി. വസ്തുവിൽപ്പന നടത്തിയ രേഖയിൽ നിന്ന് ലഭിച്ച ബിർജുവിന്റെ ചിത്രം ഉപയോഗിച്ചായിരുന്നു അന്വേഷണം. വയനാട് തമിഴ്നാട് അതിർത്തിയിലുള്ള മലയാളികൾ വഴിയായിരുന്നു അന്വേഷണം ഊർജിതമാക്കിയത്. പോലീസ് ബിർജുവിന്റെ പടം ഇവർക്ക് അയച്ചു നൽകുകയായിരുന്നു. ഒടുവിൽ ക്രൈംബ്രാഞ്ചിന്റെ കൈവശമുള്ള ചിത്രവുമായി സാദൃശ്യമുള്ള ഒരാൾ 2 വർഷമായി നീലഗിരിയിൽ താമസിക്കുന്നുണ്ടെന്നും ഇയാളുടെ പേര് ജോർജ് കുട്ടി എന്നാണെന്നുമുള്ള വിവരം പോലീസിന് ലഭിച്ചു. ജോർജ് കുട്ടി ബിർജുവാണെന്ന് മനസ്സിലാക്കിയ ക്രൈംബ്രാഞ്ച് നീലഗിരിയിൽ വെച്ച് സാഹസികമായി അദ്ദേഹത്തെ പിടികൂടി മുക്കത്തെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ ജോർജ് കുട്ടിയായി മാറിയ ബിർജുവിന്റെ നാവിൽ നിന്നും വലിയ 2 കൊലപാതകങ്ങളുടെ ചുരുളാണ് അഴിഞ്ഞു വീണത്. ബിസിനസ് എല്ലാം പൊട്ടി ജയവല്ലിയുടെ വീട്ടിൽ താമസമാക്കിയതോടെ ബിർജു ആകെ അസ്വസ്ഥനായിരുന്നു. പലതവണ ജയവല്ലിയോട് പണം ചോദിച്ചെങ്കിലും അവർ കൊടുത്തില്ല. ഒടുവിൽ മറ്റൊരാൾക്കെന്ന വ്യാജേന ഇസ്മായിലിനെ ഉപയോഗിച്ച് ബിർജു ജയവല്ലിയിൽ നിന്നും പണം വാങ്ങുന്നു. ഇത് തിരിച്ചു കൊടുക്കാതായതോടെ പിന്നീട് ജയവല്ലി തിരിച്ചറിയുന്നു ഇസ്മായിൽ പണം വാങ്ങിയത് ബിർജുവിന് വേണ്ടിയാണെന്ന്. ഇത് പിന്നീട് വലിയ വഴക്കാകുന്നു. സ്ഥലം വിറ്റ് പൈസ തരണമെന്ന് പറഞ്ഞപ്പോൾ അതും ജയവല്ലി നിഷേധിച്ചു. ഒടുവിൽ ആ കുടുംബത്തോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ജയവല്ലി ആവശ്യപ്പെട്ടു. അങ്ങനെയാണ് ഇസ്മായിലിനെ ഒപ്പം കൂട്ടി ബിർജു ജയവല്ലിയെ കൊലപ്പെടുത്തുന്നത്. ബിർജുവിന്റെ ഭാര്യയും മക്കളും നാട്ടിൽ പോയ ദിവസം കട്ടിലിൽ ഉറങ്ങിക്കിടന്നിരുന്ന ജയവല്ലിയെ ഇസ്മായിലും ബിർജുവും ചേർത്ത് ശ്വാസം മുട്ടിച്ച് ബോധം കെടുത്തി. പിന്നീട് സാരിയിൽ കെട്ടിത്തൂക്കി. കൃത്യത്തിന് ശേഷം 2 ലക്ഷം രൂപ പ്രതിഫലമായി നൽകാമെന്നായിരുന്നു ബിർജു ഇസ്മായിലിനോട് പറഞ്ഞിരുന്നത്. അയാൾ തന്റെ പണം ആവശ്യപ്പെട്ടു. തന്റെ വീടും സ്ഥലവും വിറ്റ ശേഷം പണം നൽകാമെന്ന് ബിർജു സമ്മതിക്കുന്നു. ബിർജുവിന്റെ വീട് സ്ഥലവും വിൽപ്പനയായി. അഡ്വാൻസായി 10 ലക്ഷം രൂപയും ലഭിച്ചു. ഇതറിഞ്ഞ ബിർജുവിനെ കാണാനെത്തിയ ഇസ്മായിലിനോട് പണം കിട്ടിയെന്നും പറഞ്ഞ തുക നൽകാമെന്നും വൈകിട്ട് വീട്ടിലേക്ക് വരാനും പറഞ്ഞു. ഭാര്യയും മക്കളെയും ഭാര്യ വീട്ടിലേക്ക് പറഞ്ഞുവിട്ട ശേഷം ഇസ്മായിലിനെ വിളിച്ചു വരുത്തുന്നു. തന്റെ ഈ സന്തോഷത്തിന് മദ്യം വാങ്ങണമെന്നും അപ്പോഴേക്കും താൻ ഭക്ഷണം ഉണ്ടാക്കാമെന്നും ബിർജു പറയുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അമിത അളവിൽ മദ്യം നൽകി ബോധരഹിതനാക്കി കിടത്തിയ ശേഷം ബിർജു ഇസ്മായിലിന്റെ കഴുത്തിൽ കയർ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം രാത്രി വീട്ടിൽ സൂക്ഷിച്ചു. പിന്നീട് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് മൃതദേഹം പല കഷ്ണങ്ങളാക്കി വിവിധ ചാക്കുകളിലാക്കി. 3ഓളം ചാക്കുകൾ അഗസ്ത്യാർമൊഴി പാലത്തിലെത്തി പുഴയിലേക്കായിരുന്നു വലിച്ചെറിഞ്ഞത്. തുടർന്ന് എത്രയും പെട്ടെന്ന് സ്ഥലവും വീടും വിറ്റ് നാട്ടിൽ നിന്ന് മുങ്ങുകയും ചെയ്തു. ജോർജ് കുട്ടിയായി മുങ്ങിയ ബിർജുവിനെയാണ് ഒടുവിൽ പോലീസ് വലയിലാക്കിയത്. അങ്ങനെ വലിയൊരു ഇരട്ട കൊലപാതകമാണ് കേരള പോലീസിന്റെ അന്വേഷണ മികവിൽ തെളിഞ്ഞത്. ഈ കേസിലെ അന്വേഷണ മികവിന് ക്രൈംബ്രാഞ്ച് സംഘത്തിന് സംസ്ഥാന മേധാവിയുടെ പുരസ്കാരമായ ബാഡ്ജ് ഓഫ് ഓണർ നൽകുകയും ചെയ്തു.